നമ്മുടെ ചിക്കൻ 65 എന്ന് പറയും പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കോവയ്ക്ക 65 എന്നൊക്കെ വിളിക്കാം. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് കോവയ്ക്ക എടുത്ത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ കടലമാവ്, കുറച്ച് കോൺഫ്ലോർ ഉണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചായിട്ട് വെള്ളം തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരമുറി നാരങ്ങ നീര് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് കൈ കൊണ്ട് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം നന്നായി ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ബാക്കിയിരിക്കുന്ന എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.